കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകഴിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നേടുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പറഞ്ഞു നിർത്തിയത് എൻ്റെ സർജറിക്ക് ശേഷം എന്നെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബ്രസ്റ്റ് സേഫാണെന്ന് അറിഞ്ഞ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ സർജറിയിലെ അല്ലെങ്കിൽ ബ്രസ്റ്റ് സർജറിയിലെ 2 വിഭാഗത്തെക്കുറിച്ചാണ്, അതായത് ടൈപ്പുകളെ കുറിച്ചാണ്. 1 ലംബക്ടമി, 2 മാസ്റ്റക്ടമി. ഇത് രണ്ടും പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ഇതേക്കുറിച്ചൊക്കെ പഠിച്ചത് എനിക്കിങ്ങനെ ഒരു അസുഖം വന്നതിന് ശേഷമാണ് കേട്ടോ. എന്നോട് ഈ സർജറിക്ക് ശേഷം എല്ലാവരും ചോദിച്ചു, അതെന്താ അങ്ങനെ ചെയ്തത്? ബ്രസ്റ്റ് മൊത്തം റിമൂവ് ചെയ്ത് കളയുന്നതല്ലേ സേഫ്? അങ്ങനെ ചെയ്തിട്ട് അത് പാർഷ്യലി മുഴ മാത്രം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരാനുള്ള സാധ്യതയില്ലേ എന്നൊക്കെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സംശയം നമ്മൾ സർജറിക്ക് മുന്നേ ഡോക്ടറുമായിട്ട് പങ്കുവെച്ചതാണ്. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ആദ്യകാലത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഇത് നീക്കം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരുപാട് ശാസ്ത്രത്തിൻ്റെ ഇതിലും ചികിത്സാ രീതിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ മുഴം നീക്കം ചെയ്താലും അല്ലെങ്കിൽ ബ്രസ്റ്റ് മൊത്തം എടുത്താൽ തന്നെയും നമുക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ സെയിം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക എന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ്. അതായത് ഒത്തിരി വ്യാപിക്കുക, മറ്റ് ഓർഗൻസിലേക്കൊക്കെ വ്യാപിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഡോക്ടേഴ്സ് എത്തുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് ലംബക്ടമിയാണ്. ലംബക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഴ മാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, എന്നെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഒത്തിരി പല ടൈപ്പിലുള്ള, അതായത് പല സർജറികൾ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു. കുഞ്ഞു മക്കൾ മുതൽ പല ഏജിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ICUവിലുണ്ടായിരുന്നത്. പലരുടെയും കരച്ചിൽ, വേദന കൊണ്ടുള്ള കരച്ചിൽ നമുക്ക് കേൾക്കാം. ശരിക്കും ICUവിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ആളുകളെന്ന് പറയുന്നത് നമ്മുടെ നേഴ്സുമാരാട്ടോ. നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ മാലാഖമാർ തന്നെയാണ്. നമ്മളെ ആ രീതിയിലാണ് അവർ ആ ഒരു ICUവിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ശരിക്കും അവരോട് എനിക്ക് 1-2 സിസ്റ്റേഴ്സിനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അവരൊക്കെ എന്നെ അത്രയ്ക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എന്തെങ്കിലും പ്രാഥമിക ആവശ്യങ്ങളൊന്നും നിറവേറ്റാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ സിസ്റ്ററെ എന്ന് വിളിക്കുമ്പോഴത്തേനും ഓടി വന്ന് എന്താണ് നമ്മുടെ ആവശ്യം ചോദിച്ചറിഞ്ഞ് അത് ചെയ്തു തരുന്ന ഒരു മനസ്സുണ്ടല്ലോ അവരുടെ. അത് നമുക്ക് എത്രയൊക്കെ നമ്മൾ അവരോട് നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല. ശരിക്കും ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ മാലാഖമാർ തന്നെയാണ് അവരെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക, മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു മടിയും കൂടാതെ ഓടിയെത്തുകയും നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന അവരോട് എന്താണ് പറയേണ്ടത്? അവരെ ദൈവം കാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം എന്നെ വേറൊരു ICUവിലേക്ക് ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും, കാരണം ICUവിലേക്ക് ആളുകൾ ഇങ്ങനെ സർജറി കഴിഞ്ഞ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ മോൻ്റെ പ്രായമുള്ളൊരു മോൻ സർജറി കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് അവന് വേദന സഹിക്കാൻ പറ്റാതെ കരയുന്ന ഒരവസ്ഥ ഞാൻ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മക്കളെ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ മകനെ തന്നെയാണ് ഞാൻ ഓർത്തു പോയത്. എനിക്ക് അവനിൽ കാണാൻ കിട്ടിയത് എൻ്റെ മകൻ്റെ മുഖവും എൻ്റെ മകൻ്റെ പ്രായവും ഒക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ ICUവിൽ, നമ്മൾ കിടക്കുന്ന ICUവിൽ സ്ഥലം തികയാതെ വരികയാണ്. അപ്പോൾ ഏകദേശം കുറച്ചൊരു എന്താ പറയുക, മാറ്റം വന്നവരെയൊക്കെ വേറൊരു ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നെയും അതുപോലെ തന്നെ വേറൊരു ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് കടന്നവരൊക്കെ ഈ ബ്രസ്റ്റിൻ്റെ സർജറി കഴിഞ്ഞവരാണ്.
ഞാൻ നോക്കുമ്പോൾ അവരുടെ കയ്യിലൊക്കെ ഒരു ബാഗുണ്ട്, ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്, അവരുടെ ബ്രസ്റ്റിൽ നിന്ന് ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കുമ്പം എൻ്റെതിൽ അങ്ങനെ ഇട്ടിട്ടില്ല. ഫുള്ള് കവർ ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരു ട്യൂബ് എനിക്കവിടെ ഞാൻ കണ്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അതെന്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്, എനിക്കെന്താണ് ഇടാത്തത് എന്നൊന്നും എനിക്ക് അപ്പം മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഡ്രെയിനേജ് ട്യൂബാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.